വളരെ കുറച്ചാളുകൾ മാത്രമാണ് വലിയ ദുരന്തങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി രക്ഷപ്പെടുന്നത്. പലപ്പോഴും എല്ലാം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അവരുടെ ജീവൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. ഇങ്ങനെ രക്ഷപ്പെടുന്നത് പലപ്പോഴും ആ സമയത്തെ ഭാഗ്യമായിരിക്കും. ചിലർക്ക് ഒരു തവണ ഭാഗ്യം കൈപിടിച്ച് രക്ഷപ്പെടാം. പക്ഷേ അതിനു പിന്നിൽ അവരുടെ ജാഗ്രതയും ഭാഗ്യവുമുണ്ട് എന്ന് അവർ വിശ്വസിക്കും. ആ ഭാഗ്യം വീണ്ടും വരുമോ എന്നത് ഉറപ്പില്ലെങ്കിലും ഒരിക്കൽ സംഭവിച്ച അത്ഭുത രക്ഷയെ ജീവിതത്തിലെ വലിയ അനുഭവമായി അവർ കണക്കാക്കും. ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാട് പോലും മാറ്റിയേക്കാം. ഇപ്പോഴത് അത്തരത്തിൽ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിന്റെ കഥയാണ് പുറത്തു വരുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലെ സുഭാഷിനെ പോലെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കയറിയിരിക്കുകയാണ് വിഷ്ണുവും. ചാത്തൻപാറയിലെ വ്യൂ പോയിന്റ് ഒരു അപൂർവമായ സൗന്ദര്യമുള്ളതും അതുപോലെ അപകട ഭീഷണിയുമായി കാത്തിരിക്കുന്നതുമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കാലത്ത് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമാണ്. രാക്ഷസ കൊക്ക എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ അതേ കൊക്കയിലേക്കാണ് വിഷ്ണുവും വീണിരിക്കുന്നത്. അതിനുശേഷം സംഭവിച്ചത് അയാളുടെയും കാഴ്ച കണ്ടവരുടെയും ജീവിതകാലം മുഴുവൻ മറക്കാനാകാത്ത അനുഭവമായി തീർന്നു. താഴെ വീഴുന്നു നിമിഷം മരണത്തിനെ മുന്നിൽ കണ്ടിരുന്നു വിഷ്ണു. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ചുരുങ്ങിയത് 300 അടി താഴ്ചയിലേക്കാണ് അയാൾ വീണത്. പക്ഷേ എവിടെയോ പിടിക്കാൻ വിഷ്ണുവിന് ഒരവസരം കിട്ടി. അത് ജീവിതത്തിലേക്കുള്ള കച്ചിത്തുരുമ്പും. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ വിഷ്ണു ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു. ഒരു ഭീകര താഴ്ചയിൽ നിന്ന് ജീവനോടെ മടങ്ങിയത് അത്യന്തം അത്ഭുതകരമായൊരു കഥയായി മാറുകയാണ്. അഗ്നിരക്ഷാസേനയുടെ കൃത്യമായ ഇടപെടലാണ് വിഷ്ണുവിന്റെ ജീവൻ രക്ഷിച്ചത്. വിഷ്ണുവിന്റെ ജീവനു വേണ്ടി അയാളുടെ കൂട്ടുകാരും പോലീസും നാട്ടുകാരുമൊക്കെ ജീവൻ കാവലാക്കാൻ മുന്നിൽ നിന്നു. എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ഓരോരുത്തരും അന്നത്തെ രാത്രിയിൽ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടന്മാരായി. ഗുണാക്കേവിൽ കുടുങ്ങിയ സുഭാഷിനെ രക്ഷിക്കുന്നത് പോലെയാണ് ഇവിടെയും നടന്ന രക്ഷാപ്രവർത്തനം. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വിഷ്ണു ജീവിതത്തിലേക്ക് തിരികെ എത്തി. ഞായറാഴ്ച രാത്രിയിലാണ് വിഷ്ണുവും 6 കൂട്ടുകാരും വാഗമൺ കാണാൻ ബെങ്ങല്ലൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. വാഗമൺ പുള്ളിക്കാനം റൂട്ടിലെ കുമ്പങ്കാനം ചാത്തൻപാറ വ്യൂ പോയിന്റിന് സമീപം 10:30 കാർ നിർത്തി ഇറങ്ങി. തിരികെ വാഹനത്തിൽ കയറാൻ പോകുമ്പോഴാണ് വിഷ്ണുവിനെ കാണുന്നില്ലെന്ന് മനസ്സിലായത്. താഴെ നിന്ന് നിലവിളി കേട്ടു. താഴേക്കു വീണ വിഷ്ണു അവിടെ തങ്ങി നിൽക്കുകയായിരുന്നു. കൂട്ടുകാരനായ നിതിൻ താഴേക്കിറങ്ങി. അപ്പോഴേക്കും വിഷ്ണു വീണ്ടും താഴേക്ക് ഊർന്നുപോയി. നിതിനും മുഖമടിച്ചു വീണു. നിതിനെ മറ്റുള്ളവർ മുകളിലേക്ക് വലിച്ചു കയറ്റി. മറ്റൊരു സുഹൃത്ത് അമൽ അഗ്നിരക്ഷാസേനയെ വിളിച്ചു. മൂലമറ്റം, തൊടുപുഴ അഗ്നിരക്ഷാ നിലയങ്ങളിലെ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. ഇതിനിടെ കൂട്ടുകാർ വിളിച്ചപ്പോൾ വിഷ്ണു വിളികേട്ടത് ആശ്വാസമായി. ഒരു അഗ്നിരക്ഷാ സേനാംഗവും സിവിൽ ഡിഫൻസ് അംഗവും സുരക്ഷാ ബെൽറ്റ് ധരിച്ച് വടത്തിലൂടെ അതിസാഹസികമായി താഴേക്കിറങ്ങി. കൂരിരുട്ടും മഞ്ഞും മുള്ളു നിറഞ്ഞ ഇഞ്ചക്കാടും വഴുക്കലുള്ള പാറക്കെട്ടുകളും വകവയ്ക്കാതെ തിരിഞ്ഞു. ചോരവാർന്ന് തലകീഴായി കിടക്കുന്ന നിലയിൽ വിഷ്ണുവിനെ കണ്ടെത്തി. 2 അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കൂടി സേഫ്റ്റി ഹാർനൻസ് ധരിച്ച് താഴേക്കിറങ്ങി. വളരെ സൂക്ഷിച്ച് മുകളിലേക്ക് കയറ്റി. അപ്പോഴേക്കും പുലർച്ചെ 1:30 പോലീസും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ശേഷം നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. സ്വന്തം ഭാര്യയായ പാർവതി ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് വിഷ്ണുവിനെ കൊണ്ടുപോയത്. അപകടത്തിൽപ്പെട്ട് ആരെയോ കൊണ്ടുവരുന്നു എന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ജീവനക്കാർ ഇവിടെ തയ്യാറായി നിന്നു. പക്ഷേ അപ്പോഴും പാർവതി അറിഞ്ഞിരുന്നില്ല വിഷ്ണുവിനെയാണ് കൊണ്ടുവരുന്നത് എന്ന്. ആശുപത്രിയിലെത്തിച്ച് കുറച്ചു കഴിഞ്ഞാണ് വിഷ്ണുവിനാണ് അപകടം പറ്റിയതെന്ന് പാർവതി അറിഞ്ഞത്. തുടർന്നാണ് താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലാണ് വിഷ്ണുവിനെ എത്തിച്ചിരിക്കുന്നത് എന്ന് അറിയുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി ന്യൂറോ ICUവിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. തോളല് പൊട്ടി. വിഷ്ണു തിരുവനന്തപുരത്ത് എഞ്ചിനീയറാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.